നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളൊരു മാസമാണ്. കാരണം 2ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ശുക്രൻ നിൽക്കുന്ന നിവർത്തി സ്ഥാനാധിപതി. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ലോണ് പോലെയുള്ള സൗകര്യങ്ങളൊക്കെ അനുഭവത്തിൽ പെട്ടെന്ന് തന്നെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. എന്നാലും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്തിട്ട് 5ാം ഭാവത്തിൽ നിൽക്കുകയും 5ാം ഭാവാധിപതി 12ലേക്ക് അതിൻ്റെ 12ാം ഭാവത്തിൽ, അതായത് ചന്ദ്രലഗ്നത്തിൻ്റെ 4ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്ന കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും മാനസികമായിട്ട് ടെൻഷനും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കുറച്ച് സംസാരങ്ങളൊക്കെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ മാനസികമായിട്ടുള്ള ടെൻഷൻ അധികരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വീട് വിട്ട് നിൽക്കാനിട വരിക, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീട് വിട്ട് മാറി നിൽക്കാനിട വരാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ്. അതുപോലെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം നാഗദോഷത്തിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങളുള്ളത് കാരണവും നമ്മളെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചെറിയ തടസ്സങ്ങളൊക്കെ പ്രതിബന്ധങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാഗപൂജ ചെയ്യുകയും അതേപോലെ തന്നെ രാഹുകേതുക്കളുടെ ബന്ധനാവസ്ഥ ലഗ്നാധിപതിക്ക് വരുന്നത് കാരണം രാഹുപൂജ, നാഗപൂജയും കേതുപൂജയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യണം. വ്യാഴപ്പഴമുള്ളത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഭാര്യ വീട്ടുകാരെ കൊണ്ട് ഗുണമനുഭവിക്കാൻ യോഗമുള്ളൊരു സമയമാണ്. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാൻ യോഗമുണ്ട്. മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ നേടാനായിട്ട് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. നിപുണായോഗമുള്ളത് കാരണം നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഇതൊക്കെയാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയാനും എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധ വർദ്ധിക്കാനും സാധ്യത കൂടുതലുള്ള സമയമായത് കാരണം ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാതെ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിലിൻ്റെ കാര്യത്തിൽ കർമാധിപതി 12 നിൽക്കുന്ന കാരണം വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കാൻ യോഗമുണ്ട്. മീനൻ രാശിയിൽ കർമാധിപതി നിൽക്കുന്ന കാരണം ജലചരധന ഭോക്ത എന്ന് പറയുന്നൊരു യോഗമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ കടന്നു പോകാനും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ്. പിന്നെ കർമാധിപതി ശനി ആയത് കാരണം കൊണ്ട് പെട്ടെന്നൊരു വലിയൊരു ബൂസ്റ്റ് തൊഴിലിൽ കാണുന്നില്ല. ഉള്ള രീതിയിൽ തന്നെ സാധാരണ നിലയിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ്. മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക, ചെറിയ ബാധ്യതകൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. കാരണം എന്തെന്നാൽ 12ൽ ശനി നിൽക്കുമ്പോൾ രണവാൻ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അപ്പോൾ ഈ രണവാൻ എന്ന് പറയുന്ന യോഗം സാമ്പത്തിക ബാധ്യത പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു യോഗമാണ്. അത് കാരണം കൊണ്ട് ലോൺ എടുത്തിട്ടുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ലോൺ എടുക്കാൻ പെട്ടെന്ന് സാധിക്കുന്നൊരു സമയമാണെങ്കിലും ലോൺ അടവിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയെന്നാൽ വലിയ തടസ്സങ്ങളൊന്നും ഈ മാസത്തിൽ കാണുന്നില്ല. പക്ഷേ വ്യാഴപ്പഴമുള്ളത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസം അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.